ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ അതെ സുഹൃത്തുക്കളെ, ഇന്നും വീണ്ടും ഒരു സർപ്രൈസും കാര്യങ്ങളും വന്നിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങി നമ്മൾ സ്ട്രേഞ്ചർ എടുക്കുക, അതായത് എൻ്റെ ഫോളോവറായ സ്ട്രേഞ്ചറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ പലരും പറഞ്ഞു, ചേട്ടാ 10 out of 10 തന്ന് അത്ര ഇതായിട്ട് തന്നെ ചേട്ടൻ എന്നുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. എനിക്ക് 1-2 പേര് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു എന്നൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്നും അങ്ങനെ തോന്നുന്നു. നമുക്ക് അത്രയും കംഫർട്ടബിളായിട്ടൊരു ആൾ വരുമ്പോഴേക്ക് നമ്മൾ നന്ദിയോടെ ട്രീറ്റ് ചെയ്ത് വിടണ്ടേ എന്നുള്ള ചിന്തയ്ക്ക് എനിക്കുണ്ട്. നിങ്ങൾ പറയും ഞാൻ വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ അതിനകത്തൊരു ടെസ്റ്റ് ഉണ്ട്. ബിക്കോസ് മീൻസ് ഞാൻ അവളോട് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും, അതായത് നമ്മൾ ആ വീഡിയോ എടുത്തതിന് നെക്സ്റ്റ് ഡേ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതായത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം അവളുടെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലാണ്ട് കൊടുക്കുന്നതും വരുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കൊടുത്തില്ല, ഓക്കെ, അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടാണ് പോയത്. പക്ഷേ ഈ ബർത്ത്ഡേക്ക് അവൾ ആഗ്രഹിച്ചൊരു സാധനമുണ്ട്. അതായത് ഞാൻ അവളോട് സംസാരിച്ച് നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവൾ പറഞ്ഞൊരു സാധനമുണ്ട്, അവളുടെ ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നൊരു സാധനമുണ്ട്. അത് കിട്ടിയപ്പോഴത്തേക്കാണ് എനിക്ക് ഓക്കെ ചേഞ്ച് ചെയ്യാം, പരിപാടി പിന്നത്തേക്കാക്കാം, ബർത്ത്ഡേ കൊടുക്കാതാകുമ്പം സെറ്റായിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്ത് അങ്ങനെ ആ ദിവസം വന്നെത്തി. നമുക്ക് എന്തായാലും പോയി ഗിഫ്റ്റ് വാങ്ങിക്കാൻ നമുക്ക് ഫുഡ് കഴിക്കണം. നേരെ പോയി ഫുഡും കഴിച്ച് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാ ഗിഫ്റ്റ് എന്നുള്ളത്. ഗസ് ചെയ്തിട്ടാണെങ്കിൽ കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നത് ഞാൻ എനിക്ക് മിഠായി വാങ്ങിച്ചു തരും. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഗിഫ്റ്റ്. പൈസ അങ്ങനെ നമ്മൾ അന്നം വിശപ്പടക്കിയതിന് ശേഷം മനെ എനിക്കിന്ന് ഗൈഡിന് കിട്ടിയിട്ടുണ്ട്. ഇവന് ഞാൻ കൂടെ. അപ്പോൾ നമ്മളേതായാലും ബ്രോഡ്വേയിലാണ് വന്നിരിക്കുന്നത്. ബ്രോഡ്വേയിൽ നിന്നാണ് നമ്മൾ സാധനം പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തിനൊക്കെ എന്ത് തോന്നുന്നുടാ, ആ സാധനം കിട്ടുമ്പോഴത്തേക്കും ഒരാളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണ്. അത് ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് വേറെ എടുത്തുകൊണ്ട് പോയത്. അപ്പം ഇപ്പം അത് കിട്ടുമ്പോഴത്തേക്ക് ആളുടെ എക്സ്പ്രഷൻ സെറ്റായിരിക്കുമോ, ഭയങ്കര ഹാപ്പി ആയിരിക്കുമോ? സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ, ആൾക്ക് ഇഷ്ടമുള്ള സാധനം ഒന്നും എന്തായാലും ഹാപ്പിയാവും. അതെ, അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം ഏതാ ഗിഫ്റ്റ് എന്നുള്ളത്. നമ്മളെന്തായാലും മെത്ര ബസാറിലേക്ക് കയറട്ടെ, അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് മൊത്തം ലൈറ്റായിരിക്കും, ലൈറ്റിൻ്റെ ഈ കളിയായിരിക്കും സൈഡ് മൊത്തം. ഇനിയൊരു 5-6 ദിവസം, ഒരു 2-3 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ ഐരളിയായി. ഇതുമ്പോൾ എങ്ങും ചെരുങ്ങി പോകാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നു ഇതിൻ്റെ വീഡിയോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്ക്. ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് വരും, എന്ന് പറഞ്ഞ് വരും, നോക്കിയാൽ മതി. ലാസ്റ്റ് നമ്മൾ സാധനം കണ്ടെത്തിയിട്ടുണ്ട്. കുറേ അലഞ്ഞിരിഞ്ഞല്ലടാ, നല്ല രീതിക്ക് അലഞ്ഞിരിഞ്ഞതിന് ശേഷം നമ്മൾ ആ സാധനം കണ്ടെത്തി. ക്രിസ്മസ് ആണ്, പക്ഷേ കുഴപ്പമില്ല, എന്നാലും നമ്മൾ അലഞ്ഞിരിഞ്ഞ് സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ആ സാധനം റിവീൽ ചെയ്യാൻ പോയത്, നിങ്ങൾ കണ്ട് ഞെട്ടരുത്. തരാ, ദിസ് ഈസ് ഇറ്റ്. ഇതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനടാ, ഇതാണ് വാങ്ങിക്കാൻ പോകുന്നത്. അവളുണ്ടല്ല ഈ റെഡ്, അവളുടെ കയ്യിൽ ഓൾറെഡി നീ അവളിൽ ഓൾറെഡി ഒരു റെഡ് ടെഡി ബിയർ ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കസിനോ ആരോ വന്നപ്പോഴത്തേക്ക് ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടത് അങ്ങനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാനായിട്ട് സംസാരിച്ചിരിക്കുന്നതൊക്കെ ആക്സിഡൻറ്റിൽ വന്ന സംഭവമാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഒരു റെഡ് ടെഡി ബിയർ മേടിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് എനിക്ക് എത്തിയത്. ഓക്കെ, അപ്പം ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പം ഇവനെ അങ്ങ് ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കുന്നത്. എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഇതുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് കൊടുക്കുന്ന ആളുകൾ ഭയങ്കര എന്തായാലും നമുക്ക് വാങ്ങിക്കാം, പാക്ക് ചെയ്യട്ടെ, സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, പൈസ അങ്ങനെ നമ്മൾ സാധനം മേടിച്ചിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ, ഞാൻ ഈ അറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ പോകണൂടാ. ഈ അറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ ഞാൻ ഇതും വെച്ചിട്ട് ട്രാവൽ ചെയ്യണം. ഇവിടുന്ന് കാക്കനാട് ആ ഒരു അറ്റം ഭാഗം വരെ ഞാൻ പോകണം ഇതും വെച്ചുകൊണ്ട്. ഇത് അറിയത്തില്ല റെഡാണെന്നുള്ളതൊന്നും. റെഡ് ഡ്രസ്സ് കൊടുക്കുകയാണെന്ന് പറയാമല്ലേ. ഇത് കാണൂലടാ. ഞാനൊക്കെ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി മേടിക്കാം, ഒരു കുഞ്ഞിക്കാച്ചി ഐറ്റം മേടിക്കാം, എന്നിട്ട് ഇത് തരാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാക്കാം, പറ്റിക്കാം, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അതാണ് പറ്റുക. ഇത് കാണൂലെന്നാണ് എൻ്റെ വിശ്വാസം. വില കാണാണ്ടറിയൂലേ. അതാ വലുതാ, ഇതോ ആ റൗണ്ടാ 550 ഡിസ്കൗണ്ട് കിട്ടുമോ? ഹോൾസെയിൽ റേറ്റാ ഇതാ. എടാ ഓൾപ്പോൾ സ്റ്റാർട്ട് ആയതല്ലേ, സെയിൽ സ്റ്റാർട്ട് ആയതല്ലേ, നടന്നുകൊണ്ടിരിക്കുന്നു. കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം ആദ്യം വരാം. പണി പാളോന്ന് ചെറിയ സംശയമുണ്ട്. മഴക്കാർ വെച്ച് വരുന്നുണ്ട്. ഇതുകൊണ്ട് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് അന്ന് പോയ ഏരിയയില്ല, അന്ന് അതായത് സിറ്റിയായിട്ട് യാതൊരു വേണ്ടത് അങ്ങ് അറ്റം വരെ പോകണം. അതാണ് വീട്ടിൽ മഴ പെയ്താൽ പണി പാളും. പക്ഷേ ഈ റെഡ് ഇങ്ങനെ കാണുന്നുണ്ട്. ആ റെഡ് കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ മനസ്സിലാവാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. എന്തായാലും ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇതിനെ കൊടുത്ത് തിരികെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. ഈ റെഡ് കാണാൻ പെട്ടെന്ന് കത്താൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അവിടെ എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ
പെട്ടെന്ന് കത്താൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. മഴ പെയ്യുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എത്താൻ ശ്രമിക്കുക. മഴ പെയ്യല്ലേ പ്ലീസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ദാസേട്ടനെ കൊണ്ട് നാക്കിയതിന് ശേഷം മാപ്പ് ഇട്ടിട്ടുണ്ട്. 37 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് അവിടം വരെ. 4:05 എത്തുമെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും പോവാം. സോ ലെറ്റ്സ് ഗോ. പോയിട്ട് സെറ്റ് ചെയ്യുക. ഇത് കാണാണ്ടിരുന്നാൽ മതി. കാണത്തില്ല, കാണാൻ ഹൈഡ് ചെയ്ത് വെച്ചോ. ഇനി അവിടെ എത്താൻ ഒരു 7 മിനിറ്റ് കൂടി കണ്ടല്ലേ. അപ്പോൾ ഞാൻ പഞ്ഞ വഴിക്ക് നേരെ ഡയറി മിൽക്ക് വാങ്ങിച്ചു. എന്നിട്ട് പറയാം, ഇത് ഗിഫ്റ്റായിട്ട് ഇത് കൊടുക്കുക. ഇതേ കൊടുക്കത്തുള്ളൂ. നമ്മൾ വേറെ ഗിഫ്റ്റിനെ പറ്റി ഒന്നിനെ പറ്റിയും പറയാം. ഇത് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം അവിടെ റിയാക്ഷനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കൊടുക്കുക. ഇത് കാണുമെന്നുള്ള എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എന്തിനും കുഴപ്പമില്ല, എന്തെങ്കിലും കളത്തരം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും 7 മിനിറ്റ് കൂടിയുള്ളൂ. ആ നിമിഷം വന്നെത്തി. എന്താവും ഏതാവുന്ന എനിക്ക് അവിടെയൊക്കെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ്. എന്താവും നോക്കാം കോശി, കണ്ടറിയാം. വരുന്നത് ചെയ്യണം, അത്രയൊക്കെ ഉള്ളു. എന്തിനാ ഫസ്റ്റ് ഇത് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പോയതാക്കാം. എന്ത് വിധിയാണെന്ന് നോക്കി. ഇവിടെ എത്താറായപ്പോഴത്തേക്ക് മഴ മഴ നീ ഇത്ര നേരം പെയ്തില്ല. ഇന്ന് ഈ ഒരു 5 മിനിറ്റ് കൂടി പെയ്യായിരുന്നെങ്കിൽ ഇത്രയും ക്രൂരനാകരുത് കേട്ടാ. ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യാൻ വേണ്ടി അവസാന നിമിഷം കൊണ്ട് കലടച്ച് കളയല്ലേ. ബ്ലഡി ഫുൾ മഴ. അന്തോമ്പതിരുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മഴയും പെയ്യണോണ്ട് ഇടിയും വെട്ടുന്നുണ്ട്. ദൈവം എന്ത് വരുവാകുന്നത് ഇത്ര നേരം കറക്റ്റ്. പിന്നെ പറയാൻ എനിക്ക് ആ ദേഷ്യം വന്നിട്ടാണ് ഞാൻ പറയാത്തത്. ദേഷ്യം വന്നിട്ടാണ് പറയണത്. എന്ത് അവസ്ഥയിൽ എന്ത് മഴയാണ് ഇത്. അവസാന നിമിഷമായപ്പോഴത്തേക്ക് മഴ പെയ്യണ്. നിൽക്കുന്ന മൂടൽ മഞ്ഞ്. ഞാൻ ഇടുക്കിയിലല്ലോ എടുത്ത് ചെയ്യുന്നത്. മൊത്തം മഞ്ഞും മലയൊക്കെ മൂടൽ മഞ്ഞൊക്കെ. അതൊക്കെ ഫോഗ് വന്നിരിക്കുന്നത്. എന്ത് സ്ഥലമാണ് എന്തോ, ഏതാണ് എന്തോ ഈ സ്ഥലമൊക്കെ. വേറെ എങ്ങും പറ്റൂല അവക്ക്. ഒരു മനുഷ്യബന്ധവും ഇല്ലാത്ത സ്ഥലത്ത് വേണം തന്നെ വന്നിച്ച് മഴ പെയ്ത് അറിയൂ. എന്നാ ഹാപ്പി ബർത്ത്ഡേ ടു യു. സെറ്റല്ലേ? എന്ത് ശരി. ഓക്കെ പാപ്പ. ഹേ ഗായ്സ്, നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴ പഞ്ഞ പിന്നെ മഴ, ഒരു തോരാത്ത മഴ. എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞ് ആപ്പടെ നനഞ്ഞ് കുന്നിരിക്കെ. അപ്പോൾ ഇവയ്ക്കൂടെ എവിടെ ഫ്രണ്ട്സ് അവിടെ ഇതൊക്കെ എന്ത് സർപ്രൈസ് പാർട്ടിൻ്റെ അറേഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ കളമശ്ശേരി ഭാഗത്തേക്ക് വന്നാണ്. ഒടുക്കത്തെ മഴ. എൻ്റെ മുന്നേ ശരി എനിക്ക് മൊത്തം മഴ. ഇവിടെ പറഞ്ഞാൽ മറ്റേ കുഞ്ഞിപ്പുഴുവിനെ കൊണ്ടിരിപ്പുണ്ട്. കുഞ്ഞിപ്പുഴു മേക്കപ്പ് അടിച്ചു വരെ സങ്കടമാണ് മുഖത്ത് കാണുന്നത്. വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, വാട്ടർ പ്രൂഫാണ്, ഒന്നും പോകില്ലെന്ന്. കറമറ്റത്ത് കത്തനാർ കറങ്ങ്. എന്തെല്ലാം മറ്റാണ് ഐസ്. അങ്ങനെ നമ്മൾ ഇവിടെ ആക്കേണ്ട ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. എടി ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറി മിൽക്ക് വന്ന. പക്ഷെ നീ വേറെ സാധനം നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതെന്തായിരുന്നു? നിന്റെ ഇവളുടെ ഉള്ളിലൊരു സാധനം ഉണ്ട്. അതെന്താ? എന്താ നിന്റെ ഉള്ളില്? ഇങ്ങോട്ട് മാറി തുറക്ക്. മഴ തുറക്ക്. ഐഫോൺ അല്ലായിരുന്നു മഴ കൊള്ളുന്നത്. കടിച്ചൊക്കെ കുറിക്ക്. ആ കുഴപ്പമില്ല. രണ്ടെണ്ണം ഉണ്ട്. 2 കവറുണ്ട്. നല്ല സോഫ്റ്റ്. പേരിട്. നീ ഇട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ. നിന്റെ ഉള്ളിൽ എന്താ ഇത് എങ്ങനെ കിട്ടി? അത് കുഴപ്പമില്ല. ഈ കളർ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെന്താ നല്ല കളർ. റെഡും അല്ല പിങ്കും അല്ല. അല്ല ഇതെന്താ നിന്റെ ഉള്ളിലുള്ളെന്ന് പറഞ്ഞറിയാ? കഴിഞ്ഞ ദിവസം നീ എന്ത് നീ പറഞ്ഞായിരുന്നു ഇതിനെപ്പറ്റി? ഇടിവട്ടർ പേടിക്കട്ടെ. കൊച്ചു പിള്ളേരുടെ മനസ്സ. ഇടിവട്ടർ ചെറിയ പേടിയാണ്. എന്താ വെച്ചാല് മിനിയാന്ന് അപ്പൊ പോകുന്ന സമയത്ത് നമ്മുടെ ഷോപ്പില് ടെഡി ഇരിക്കുന്ന കണ്ട്.
അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു എന്താ ഏതാന്നൊക്കെ. നിനക്ക് അപ്പോഴും പ്രതീക്ഷയില്ല ആയതുകൊണ്ടിരുന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷിക്കാറില്ലല്ലോ ഞാൻ. പക്ഷേ ഞാൻ നോർമലി പറഞ്ഞതാ, ഞാനിങ്ങനെ കണ്ടു അപ്പോൾ പറഞ്ഞു ഓ നല്ല രസം എൻ്റെ അടുത്തുള്ളതുണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതാ. അതാണ് നിനക്ക് മറ്റേതിനകത്ത് ഞാൻ ഗിഫ്റ്റ് ഒന്നും ഇതാക്കി കഴിഞ്ഞത്. കൊള്ളാം, എനിക്ക് ഇഷ്ടം. നല്ല കളറ് കളറ് ചൂസ് ചെയ്തിട്ട് കൊള്ളാം. വെറൈറ്റി അല്ലേ? ഇതെന്നറിയാവോ നീ അത് ഞാൻ നിനക്ക് ബർത്ത്ഡേക്ക് നിൻ്റെ ബർത്ത്ഡേ ഞാൻ അറിഞ്ഞല്ലോ. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ മൈൻഡോടെ ഞാൻ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി. ഞാൻ വാച്ച് വാങ്ങാൻ നോക്കി, എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും നിനക്ക് യൂസ്ഫുള്ള സാധനം എന്തെങ്കിലും നിനക്ക് എപ്പോഴും കൈ വെച്ചിരിക്കുന്ന സാധനം നോക്കി. നമ്മൾ ആലോചിച്ചിട്ട് എത്തും പിടി കിട്ടില്ല. വാച്ച് കുറേ നോക്കിയിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ നോർമൽ വാച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് വെച്ചാൽ കൊടുക്കുമ്പോഴത്തേന് യൂണിക്കായിട്ടുള്ള സാധനം കൊടുക്കുമ്പോൾ കുറേ ഷോപ്പിൽ തിരക്കി അതൊന്നും കിട്ടിയില്ല. അവസാനം നമ്മളിങ്ങനെ വണ്ടിയെ പോകുമ്പോഴത്തേക്കും ഈ വീണ് കിട്ടിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ അതുപോലെ ആയിരുന്നു ഈ സാധനം വീണിട്ട്. അതുപോലെ പറഞ്ഞു പോകുന്ന വഴിക്ക് കണ്ടു കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട് അങ്ങനത്തെ കളർ ഇങ്ങനത്തെ കളർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എക്സാക്ട് ആ സെയിം കളർ തന്നെ കിട്ടി. ഞാൻ പറഞ്ഞൊരു കളർ ഉണ്ടല്ലോ കളർ തന്നെ കിട്ടി. അതാണ് തപ്പിയെടുത്താണ്. ഇന്നലെ രാത്രിക്ക് ഞാൻ വരായിരുന്നു. പക്ഷെ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അങ്ങനത്തെ സോളർ പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഞാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്തൊന്നും ഉറങ്ങിട്ട് 3 മണിക്ക് കിടന്നുറങ്ങി. എന്നിട്ട് 3:30 ആകുമ്പോൾ ഉറങ്ങി. അത് ഉറങ്ങി എണീറ്റ് ഫുൾ ഉറക്കായിരുന്നു. ഇന്നലെ രാവിലെ ഒരു 12 മണിയാകുമ്പോൾ എണീറ്റു, പിന്നെ ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും കിടന്നുറങ്ങി, ഒരു 6:30 ആകുമ്പോൾ എണീറ്റു, പിന്നെ കിടന്നുറങ്ങി, പിന്നെ ഒരു 11:30 ആയപ്പോൾ എണീറ്റു. ഇന്ന് രാവിലെ എന്നിട്ട് 3:30 ആകുമ്പോൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ 7:30 എണീറ്റ് അമ്പലത്തിൽ പോയി. ഫ്രണ്ട്സിൻ്റെ കൂടെ ചെറിയൊരു കേക്ക് കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? എനിക്ക് ഇഷ്ടമായി. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി. പിങ്കും അല്ല എന്നാ റെഡ് ആണോ റെഡും അല്ല, പക്ഷെ ഒരു പ്രത്യേക കളർ. ലൈറ്റിൽ അറിയുമെന്ന് അറിയില്ല, നേരിട്ട് നല്ല ഭംഗിയുണ്ട്. ലൈറ്റിൽ റെഡ് ആണ്. ലൈറ്റിൽ റെഡാ വരാം. അതാണ് നമ്മൾ കൊടുക്കുമ്പോൾ വെറുത്താലേ കൊടുക്കത്തുള്ളൂ. അതാണ് എനിക്കത്രയും മതി. ഈ ഒരു സാധനം കിട്ടിയല്ലോ, ആ ഒറ്റ സാധനം മതി. എന്തായാലും ഇവിടെ കൊണ്ട് നാക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. ഞാൻ റൂമിൽ എത്തിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. പൈസ അങ്ങനെ കഴിഞ്ഞ് അവർക്ക് സർപ്രൈസ് ആയി കൊടുത്ത് തിരിച്ചു ഒടുക്കത്തെ പഴയ പറ്റിയ ഒരു രക്ഷയിലേ. എങ്ങനെയൊക്കെ എത്തിയിരുന്നു, മൊത്തം നനഞ്ഞ് കുതിർന്നാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, എന്നാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ബർത്ത്ഡേക്കൊന്നും ആരും ഒന്നും ചെയ്തില്ല, ആരും ചെയ്തില്ല ഞാൻ പറഞ്ഞ സങ്കടം വേണ്ടി ഇപ്പം ഞാൻ ബാക്കിയുള്ള ബർത്ത്ഡേക്ക് എന്തുകൊണ്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവേ ഉള്ളൂ. നമുക്കൊരു കംഫർട്ട്സും തരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഇവിടെ ഇന്ന പോലെ ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ അത്ര ഇതാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഫോട്ടോ സാരയില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, നമുക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതാണ് ആ ഒരു സാധനം മതി നമുക്ക്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഉള്ളതൊക്കെ. അപ്പം അവളുടെ ഹാപ്പിനെസ് അതാണ് നമുക്ക് ഏറ്റവും വലുത്. അവൾ ഭയങ്കര ഹാപ്പിയായി, അത്രയും മതി. ആ ഒരു സന്തോഷം കിട്ടിയാണ് നമുക്ക്, അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. അപ്പം ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ. അപ്പം വേറെ ആൾക്കാർക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കണം, അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, നോക്കി എനിക്ക് മനസ്സിലാവും. എൻ്റെ റൂംമേറ്റ് വാഹിദിനൊക്കെ നമ്മൾ അവന് ക്യാപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പലർക്കും ഞാൻ ഇതുപോലെ എല്ലാവരും ഞാൻ സർപ്രൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴൊക്കെ മറക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.